നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. പോളണ്ടിൽ മികച്ച ജോലി വാഗ്ദാനം. യുവാക്കളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ച 2 റഷ്യൻ പൗരന്മാർ ഉൾപ്പെടെ 3 അംഗ സംഘം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി. വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കുന്നുംകുളം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. റഷ്യൻ പൗരന്മാരായ സിബി, സന്ദീപ് തോമസ്, തൃശൂർ പാലക്കൽ സ്വദേശി സുമേഷ് എന്നിവരെ വിയൂർ സബ് ജയിലിൽ അടച്ചു. റഷ്യയിൽ കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിരിലിന്റെ ഭാര്യ ജോയ്സി, ഗുരുതര പരിക്കേറ്റ തെക്കുംകര സ്വദേശി ജെയിനിന്റെ പിതാവ് കുര്യൻ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഈഴവർക്ക് നീതി നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിന് സമയമായെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDPയെ തകർക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കുന്നു. ഇക്കൂട്ടർക്ക് കരുത്തായി ഇടത് വലത് മുന്നണികൾ. വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ആദർശം നഷ്ടപ്പെടുന്നതായും വെള്ളാപ്പള്ളി. ഇല്ലായ്മക്കാരെല്ലാം എങ്ങനെ ഇഴവരായി എന്ന് ചിന്തിക്കണം. ജാതി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നേറണമെന്നും പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷ ചടങ്ങിലെ ഓൺലൈൻ പ്രസംഗത്തിൽ. കടലിൽ സാഹസിക ഉല്ലാസയാത്ര. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ സ്പീഡ് ബോട്ട് പിടികൂടി. എറണാകുളം ചേന്നമംഗലം കരിപ്പായിക്കടവ് സ്വദേശി മേഷിന്റെ മനാമി എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. അഴീക്കോട് അഴിമുഖത്തിന് സമീപമായിരുന്നു സാഹസിക യാത്ര. ബോട്ടിന് ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലായിരുന്നുവെന്ന് അധികൃതർ. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പാർലിക്കാട് നടരാജഗിരി ക്ഷേത്രത്തിൽ അത്യുജ്വല സ്വീകരണം. അത്താണിയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയിൽ വരവേറ്റു. ക്ഷേത്ര പരിസരത്ത് കൊമ്പുവാദ്യത്തിന്റെ അകമ്പടിയിൽ ആവേശ വരവേൽപ്പ്. കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ ശ്രീനാരായണ ഗുരുദേവന്റെ മഹനീയ ദർശനങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മധ്യ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവം മുത്താളിപ്പൂരത്തിന്റെ ആവേശ ആഹ്ലാദ നിറവിൽ വടക്കാഞ്ചേരി. മുഖ്യ പങ്കാളിത്ത ദേശം എങ്കക്കാട് വിഭാഗത്തിന്റെ ബഹുനില കാഴ്ചപ്പന്തൽ നിർമ്മാണത്തിന് തുടക്കം. കാൽനാട്ടൽ കർമ്മം ആവേശാരവത്തിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ, കോമരം പള്ളിയത്ത് മാധവൻ നായർ കാർമ്മികരായി. ദുബായ് മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ കോൺക്ലേവ് 2024 ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് വടക്കാഞ്ചേരിയിലെ വ്യാപാര പ്രമുഖൻ KA അബ്ദുൾ റഹ്മാന്. മികവിന്റെ കൂട്ടുകാരന് സ്വീകരണം നൽകി വടക്കാഞ്ചേരി പൗരാവലി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അനുമോദനവുമായി പൗരപ്രമുഖർ ചടങ്ങിൽ. ഒരു ജനത അനുഭവിച്ചിരുന്ന കൊടിയ യാത്രാ ദുരന്തത്തിന് 2.5 വർഷത്തിനു ശേഷം പരിഹാരം. തെക്കുംകര മാടക്കത്ര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുന്നമ്പറമ്പ് മണലിത്ര ചെന്നിക്കര റൂട്ടിൽ ബസ് സർവീസ് പുനരാരംഭിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ പേരിലാണ് പുന്നമ്പറമ്പ് മുതൽ മലാക്ക് വരെ ബസ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത്. ജനങ്ങൾക്ക് വലിയ ആശ്വാസം. CPM ചാവക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകന് പോത്തിന്റെ കുത്തേറ്റ് പരിക്ക്. വീട്ടുപറമ്പിൽ നിന്നാണ് നേതാവിനെ പോത്ത് കുത്തിയത്. അയൽവാസിയുടെ പോത്ത് കയറിൽ കുരുങ്ങിയപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുത്തേറ്റത്. ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി. വാടാനപ്പള്ളി തളിക്കുളത്ത് 16-കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം. ഉത്സവത്തിനിടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ കേസിൽ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റതെന്ന് ബന്ധുക്കൾ. വനിതാ SI അടക്കം മർദ്ദിച്ചതായി വിദ്യാർത്ഥി. ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി. ആഘോഷ നിറവിൽ അമ്പലപുരം മണക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം. ഡോക്ടർ VM ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു.
വിവിധ കലാപരിപാടികൾ നടന്നു. പ്രസിഡന്റായി ഡോക്ടർ ഇക്ബാലിനെയും സെക്രട്ടറിയായി രാജൻ വടക്കത്തിനെയും തിരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് ഇടിച്ചിറങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരികയായിരുന്ന മലപ്പുറം സ്വദേശികളായ സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർക്ക് പരിക്ക്. മങ്ങാട് നാലാങ്കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. വൈദ്യുത പോസ്റ്റും കാറിന്റെ മുൻവശവും തകർന്നു.